പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ദൈവിക തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാം ചിന്തിച്ചു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ പെട്ട ഒരു കാറ്റഗറിയാണ് അപ്പസ്തോലന്മാർ. അവിടെ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് അപ്പസ്തോല പ്രവൃത്തി 14:23. അവൻ തൻ്റെ സഭകളിൽ അല്ലെങ്കിൽ ദൈവസഭകളിൽ ശുശ്രൂഷകന്മാരെ നിയമിച്ചു. അങ്ങനെ അപ്പസ്തോലൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ എന്താണ് ബൈബിൾ പറയുന്നു എന്ന് നമ്മൾ ചിന്തിപ്പാനിടയെത്തിയത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2 കൊരിന്ത്യർ പുസ്തകം 11 അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 11. മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെയല്ല, അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പസ്തോലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു വല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനനെ പോലെ എങ്കിലും എന്നെ കൈക്കൊള്ളുകയും. നാം ഇവിടെ ചിന്തിക്കുന്നത് കള്ള അപ്പസ്തോലന്മാർ. ഹല്ലേലൂയ. ഇപ്പൊ ദൈവിക തെരഞ്ഞെടുപ്പിനകത്തല്ലാതെ നിൽക്കുന്ന അപ്പസ്തോലന്മാരെ വിശുദ്ധ വേദപുസ്തകം പറയുന്നതാണ് കള്ള അപ്പസ്തോലന്മാർ. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, എന്നാൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന പ്രതീതി ഉണ്ടാക്കുന്ന നിലയിലായിരിക്കും വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുക, സുവിശേഷത്തിന് വിപരീതമായി ആയിരിക്കും അവർ ഉപദേശിക്കുന്നത്. സുവിശേഷത്തിന് വിപരീതമായിട്ടായിരിക്കും ഉപദേശിക്കുന്നത്. ഗലാത്യ ലേഖനം 1 അധ്യായം 8-9 വാക്യങ്ങൾ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അന്ത്യകാലഘട്ടമായിരിക്കാൻ ദൈവവചനത്തെ അതിന് വിപരീതമായി ഉപദേശിക്കുന്ന ഉപദേഷ്ടക്കന്മാർ അനവധിയായി ദൈവസഭകൾക്കകത്ത് നിന്ന് എഴുന്നേൽക്കുമെന്ന് തിരുവചനം പറയുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് മുൻകുറിയോട് പറഞ്ഞത്, സുവിശേഷത്തിന് വിപരീതമായി ഉപദേശിക്കുന്നവർ. സുവിശേഷം എന്ന് വെച്ചാൽ എന്താ? അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഇന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്ത അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ അന്നും ഇന്നും എന്നും ഒരു ചെറിയ കൂട്ടം മാത്രമേ അതിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. യേശുവിന്റെ കൂടെ 10,000 ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ യേശു പഠിപ്പിച്ചതിനകത്ത് നിന്നത് ഒരു ചെറിയ കൂട്ടമാണ്. ഇന്ന് യേശുവിന്റെ നാമം പറഞ്ഞിട്ട്
അവർ ലോകത്തെ എങ്ങനെ നമുക്ക് അനുഭവിക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. പോയില്ലേ? ഇവിടെ പറയാണ് സുവിശേഷത്തിന് വിപരീതമായി നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ കൃത്യമായി ആലയത്തിൽ വരണമെന്നില്ല. സ്തോത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് സകലതും തരും. ഇത് സുവിശേഷത്തിന്റെ ദൂത. ഇത് ദൈവസഭയുടെ ദൂതല്ല, സുവിശേഷത്തിന്റെ ദൂത. സുവിശേഷം പാപികളോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടതാണ്. എന്നാൽ ലേഖനങ്ങൾ മണവാട്ടി സഭയെ ഒരുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടതാണ്. അത് വിശുദ്ധന്മാർക്കുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ആര് പഠിപ്പിക്കുന്നതാണ് ശരിയെന്ന് അതാത് കൂട്ടത്തിൽ പോകുന്നവർക്ക് അറിയത്തില്ല. IPC പഠിപ്പിക്കുന്നത് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു, AG പഠിപ്പിക്കുന്നതാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു, ചർച്ച കൊണ്ട് ഉപദേശമാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു, യേശുനാമമാണ് ശരിയെന്ന് അവർ വിശ്വസിപ്പിക്കുന്നു, അമേസ്തത്തെ യഹോവ സാക്ഷിയാണ് ശരിയെന്ന് അവർ വിശ്വസിപ്പിക്കുന്നു. ഇനി നാമധേയ ക്രിസ്ത്യാനികളെല്ലാം അവരുടെ ഡിനോമിനേഷൻ പറയുന്നതാണ് ശരിയായ പഠിപ്പിലെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനി സ്വതന്ത്ര സഭകൾ പഠിപ്പിക്കുന്നതെല്ലാം ഓരോ രീതിയിലാണ്. അവർ പോകുന്ന കൂട്ടം പഠിപ്പിക്കുന്നതാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്ന് ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നില്ല. ഇന്ന് ഉപദേശം പറയുവാൻ യോഗ്യന്മാർ കുറവാണ്. അതാണ് എന്റെ കുഴപ്പം. തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുവാൻ, തിരുത്തുവാൻ പ്രാഗൽഭ്യമുള്ളവർ ഇന്ന് ദൈവസഭയിലില്ല. അതാണ് അപ്പസ്തോലന്മാരുടെ വിളിയുടെ പ്രത്യേകത. ഒരു അപ്പസ്തോലിക ശുശ്രൂഷ ദൈവസഭയ്ക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആമേ. ഇനി കറക്റ്റ് ചെയ്താൽ അവരെ ആർക്കും ഇഷ്ടമല്ല. അത് പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. ആമേ. ഹല്ലേലൂയ. ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ആത്മീയതയാണ്. ഉപദേശങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രാധാന്യവും ജീവിതത്തിലില്ല. ആമേ. ഇവിടെ എന്താ പറയുന്നേ? സുവിശേഷത്തിന് വിപരീതമായി ചിലർ പറയുന്നു മീശ പഠിക്കുന്നതാണ് ഉപദേശം, വെള്ള ധരിക്കുന്നതാണ് ആത്മീയൻ. ചിലർ പറയുന്നു ഇതൊന്നും വേണ്ട, ഏതിട്ടാലും കുഴപ്പമില്ല, മീശ പഠിച്ചാലും കുഴപ്പമില്ല, വെള്ള ഇട്ടില്ലേലും കുഴപ്പമില്ല. ഹല്ലേലൂയ. ചിലർ പഠിപ്പിക്കുന്നു പഴയ നിയമമല്ല, പുതിയ നിയമമാണ് നമ്മുടെ സ്തോത്രം. ചിലർ പഠിപ്പിക്കുന്നു ടൈത്തല്ല, ഓഹരിയാണ് പുതിയ നിയമസഭയുടെ. ചിലർ പഠിപ്പിക്കുന്നു ഞങ്ങൾ ചത്ത യേശുവിനെ അല്ല, ജീവിക്കുന്ന യേശുവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ചിലർ പഠിപ്പിക്കുന്നു ഞങ്ങളുടെ കൂട്ടങ്ങളെല്ലാം ശനിയാഴ്ചകളില കൂടുന്നേ, അതാണ് ശാബത്ത്. ഹല്ലേലൂയ. ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ ഗ്ലോറിയസ് ഗോസ്പൽ, പിന്നെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഡിബേറ്റുകൾ, അങ്ങനെ വിവിധ നിലകളിൽ കൃപയുടെ സുവിശേഷം, പല നിലകളിലാണ് ഇന്ന് പഠിപ്പീരുകൾ ഉള്ളത്. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും താല്പര്യമില്ലാത്ത വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നം മാറിയാൽ ആ പ്രസംഗിച്ചത് ശരിയെന്ന് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ 2 കൊരിന്ത്യർ പുസ്തകത്തിൽ നമ്മൾ വായിച്ചില്ലേ? 2 കൊരിന്ത്യർ 11:12. ഇങ്ങനെയുള്ളവർ കള്ള അപ്പസ്തോലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നുവത്രേ. അത് ആശ്ചര്യമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. കണ്ട, സാത്താൻ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവാണെന്ന മുകളിൽ കള്ളയപ്പസ്തോലന്മാർ, കപടവേലക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. സാത്താൻ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവാണെന്ന തോന്നിക്കുന്ന നിലയിൽ അതിന്റെ വേഷം ധരിച്ച്, അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട്, സ്തോത്രം, ആകിയാൽ അവന്റെ ശുശ്രൂഷകന്മാർ, ആരുടെ? ഈ കപട
വേലക്കാർ അല്ലെങ്കിൽ കള്ള അപ്പോസ്തലന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിക്കും. അപ്പൊ പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനം, നടക്കുന്ന അത്ഭുതങ്ങളല്ല വിഷയം. ദൈവവചനം എന്ന് പറയുന്ന അപ്പസ്തോലിക ഉപദേശം, പഥ്യവചനം ശരിയായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നില്ല. സ്തോത്രം. ഇന്ന് സഭകളിൽ എന്തില്ല? ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല. ശത്രുത്വം ക്രൂശിൽ തകർത്ത് കളഞ്ഞു. ഇന്ന് എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഒരു വിഷയമല്ല. ആമേൻ, ഹല്ലേലൂയ. അവരവർക്ക് ബോധിച്ചതുപോലെ ബൈബിൾ പഠിക്കുകയും ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇനി നോക്കിയേ, പിറന്നാള് കൂടാതെ എന്ത് ചെയ്തു? വിവാഹ വാർഷികങ്ങള്, ക്രിസ്മസ്, ഈസ്റ്റർ, ഓണം, ഇങ്ങനെ ജാതീയ സമ്പ്രദായങ്ങളുടെ എല്ലാം ഒരു ഇടപെടൽ സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞു. ഇന്ന് കൺവെൻഷനുകളെല്ലാം ഫെസ്റ്റിവലുകളായി മാറി. യേശു ആലയത്തിൽ കച്ചവടക്കാരെ കണ്ടപ്പോൾ യേശു അവരെ മൃഗീയമായി ശിക്ഷിച്ചു, പറഞ്ഞു വിട്ടു. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് തുരത്തി. ഇന്ന് നോക്കിയേ, വേർപെട്ടവരുടെ കൺവെൻഷൻ പദ്ധതികളെല്ലാം വ്യാപാരശാലകൾ കൊണ്ട് നിറയുകയാണ്. ഇന്ന് സംഘടനകളുടെ തെരഞ്ഞെടുപ്പുകളെല്ലാം ലോകത്തിന്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ വൾഗറായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയത വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉപദേശങ്ങൾക്ക് ദൈവസഭകളിൽ യാതൊരു പ്രയോറിറ്റിയുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് കമ്മിറ്റികൾ ദൈവസഭയെ നിയന്ത്രിക്കത്തില്ല. ദൈവസഭ നിയന്ത്രിക്കപ്പെടേണ്ടത് ക്രിസ്തുവാണ്. കാരണം സഭയുടെ തല ക്രിസ്തുവാണ്, സഭ ക്രിസ്തുവാണ്. അപ്പൊ ഉപദേശം ഇന്ന് അടിമുടി തെറ്റിയിരിക്കുന്നു. ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം പിന്നത്തേതിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന വാക്ക് കേട്ടിട്ട് വിധിക്കുന്ന ഒരു ഗ്രൂപ്പായി തീർന്നു. അവരവരുടെ സ്വയം പ്രൊട്ടക്ഷന് വേണ്ടി ഏത് അനീതിയും കാണിക്കാൻ മടിയില്ലാത്ത ഒരു മണ്ഡലം. ഇതല്ല ദൈവസഭ. ദൈവസഭയെ ഉപദേശിച്ച് നിർത്തുവാൻ യോഗ്യനായിരിക്കുന്നത് അപ്പസ്തോലന്മാരാണ്, അവരുടെ ഉപദേശമാണ്. ഇവിടെ നോക്കിയേ, ഗലാത്യർക്ക് ലേഖനത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങളോട് സുവിശേഷം അറിയിച്ചവൻ ശോഭിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനല്ല. ഇന്ന് നോക്കിയേ, ദൈവസഭകളിൽ നടക്കുന്ന ശുശ്രൂഷ ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടിയാണ്. അവിടുത്തെ പണക്കാര്, അവിടുത്തെ സ്വാധീനമുള്ളവര്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി മാത്രം നടക്കുന്ന ശുശ്രൂഷ, മനുഷ്യനെ പ്രസാദിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷ ഇന്നില്ലെന്നേ. ഇന്ന് മാനസാന്തരം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ജനം ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് പാപത്തെ വിട്ടൊഴിഞ്ഞ് കർത്താവിലേക്ക് തിരിയുന്ന ശുശ്രൂഷ ഇന്ന് എവിടെ നടക്കുന്നു? അമേരിക്കയ്ക്ക് പോകുന്ന വിസയും മക്കളുടെ കല്യാണം നടക്കുന്ന കാര്യങ്ങളും 2 നില കെട്ടവും ഫ്ലൈറ്റിൽ കയറുന്നതും വിസ വരുന്നതും ഇതൊക്കെയാണ് ഇന്നത്തെ ശുശ്രൂഷ. ദൈവത്തെ പോലെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു അപ്പസ്തോലികനാണെങ്കിൽ അവൻ ആ ശുശ്രൂഷ നിമിത്തം സഭ മണവാട്ടിയുടെ യോഗ്യതയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കും. മാലിന്യമില്ലാത്ത ഒരു മണവാട്ടിയെ
ഒരുക്കുന്നതാണ് ഉപദേശത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ആമേൻ. ഇപ്പൊ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു, കമ്മിറ്റിക്കാരെ പ്രസാദിപ്പിക്കുന്നു. അവര് പറയുന്നതാണ് അവിടെ നടക്കേണ്ടത്. 10 മുതൽ 1 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 1 മണിക്ക് തീർന്നില്ല, 1:30 പോയാൽ പിന്നെ കമ്മിറ്റിക്കാർ ചോദിക്കുന്നതിനൊക്കെ സമാധാനം പറയണം. കമ്മിറ്റിക്കാർക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചാൽ മതി. കമ്മിറ്റിക്കാർ നിയന്ത്രിക്കും, പറയും അതങ്ങനെ ചെയ്താൽ മതി. പരിശുദ്ധാത്മാവിനൊന്നും ഇവിടെ ഒരു സാധ്യതയില്ല. സഭയിലെ അച്ചാച്ചന്മാർ പറയുന്ന, പണക്കാർ പറയുന്ന, ഉന്നതന്മാർ പറയുന്ന, അവർ പറയുന്നതാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം. അവരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സംഘടനകളുടെയും ശുശ്രൂഷകന്മാരുടെയും ലക്ഷ്യം. കറക്റ്റ് ഉപദേശമുണ്ടെങ്കിൽ ദൈവം നിന്നെ പ്ലേസ് ചെയ്ത സ്ഥലത്ത് നീ ചാടത്തില്ല. ആമേൻ. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം സഭയോട് ചേർക്കുന്നു. അപ്പസ്തോലിക ഉപദേശങ്ങൾ പഠിക്കുക. ദൈവം ചേർത്താൽ പിന്നെ പോരാൻ പ്രമാണമില്ല. പോരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അവിടെ നടക്കുന്നത് ദൈവിക ഉപദേശത്തിനകത്തുള്ള പണിയല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ആമേസ്തത്വം ആൾക്കാർ സഭ ചാടി പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇവരുടെ വേറൊരു പ്രത്യേകത എന്താ പറയുക? ഇവർ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു, അടിമത്തം കൊണ്ടുവരുന്നു. 2 പത്രോസ് 2:19. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇവരെന്ത് ചെയ്തു? ഇവർ തന്നെ അടിമപ്പെട്ടിരിക്കെ ഇവർ സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു, അടിമത്തം കൊണ്ടുവരുന്നു. ഒരു കൂട്ടത്തിൽ ഇന്ന് നോക്കിയ ദൈവസഭകളിൽ പോയ ആത്മീക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരില്ലെന്ന്. എല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യനാലും പിശാചിനാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സംഘടനകളുടെ തീവ്രമായ ഇടപെടൽ അവരെ ഒരു നോമിനേറ്റഡ് റിലീജിയസ് ആക്ടിവിറ്റി പോലെ അവർ അതിനപ്പുറത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അമ്മേ, അവരെ അതിനെ അടിമയാക്കി കഴിഞ്ഞു. ഇതെല്ലാം കള്ള അപ്പസ്തോലന്മാരാൽ സംഭവിക്കുന്നതാണ്. അപ്പസ്തോലൻ അല്ലാതിരിക്കെ അപ്പസ്തോലൻ എന്ന് പറയുന്ന ഒരു പറ്റം കള്ള അപ്പസ്തോലന്മാർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം എന്തായിരിക്കുന്നു? ഇന്ന് സ്വാതന്ത്ര്യമില്ല, അടിമനുഖത്തിലാണ് ദൈവസഭകളിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ബഹുഭൂരിപക്ഷം ശുശ്രൂഷകന്മാരും. ഇത് ഞാൻ ആരെയും വിധിക്കുകയല്ല കേട്ടാ, എന്റെ മുമ്പിൽ വന്ന ശുശ്രൂഷകന്മാരുടെ അനുഭവം, എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമാണ്. ബന്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. പ്രാർത്ഥനാ സഹായമായി ചോദിക്കുന്ന വിഷയങ്ങളെല്ലാം അവർ ബന്ധിക്കപ്പെട്ടു എന്ന് അവർ സ്വയം എന്ത് ചെയ്തു? പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. തങ്ങൾക്ക് തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കാൻ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. അപ്പോൾ സ്വയം ബന്ധിക്കപ്പെട്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ട് ഈ കള്ളയപ്പസ്തോലന്മാരുടെ പ്രത്യേകത, അവർ നിങ്ങളെ വിടുവിക്കും, ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കും, ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുക. പക്ഷേ അപ്പോഴും അവരെവിടെ നിൽക്കുന്നത്? അവരൊരു അടിമനുഖത്തിൽ നിൽക്കുക. ഒരിക്കൽ ഞാൻ ട്രിവാൻഡ്രത്ത് പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ച കൊണ്ട് ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ പോയി. അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അതൊരു കുറച്ച് മോശമാണ്, അതുകൊണ്ടാണ്. ആ കർത്താവിന്റെ ദാസൻ എനിക്ക് പകരം, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ട് എനിക്ക് പകരം എന്ത് ചെയ്തു? അവിടെ ഒരു ദൈവദാസനെ പകരം കൊണ്ട് നിർത്തി.
എന്നിട്ട് ശുശ്രൂഷയ്ക്ക് സമയം തന്ന് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നടക്കുന്ന ശുശ്രൂഷയ്ക്കെതിരെ ആ ദൈവദാസൻ പ്രാർത്ഥിക്കുക. അപ്പൊ എനിക്ക് ബദലായി കൊണ്ട് നിർത്തിയ കർത്താദാസനോട് പറഞ്ഞു, ഞാൻ കർത്താദാസനല്ല പരസ്യമായിട്ട് പറഞ്ഞു, ഈ ശുശ്രൂഷയ്ക്കെതിരെ ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനല്ല, എന്നിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ എനിക്ക് ബദലായി കൊണ്ടുവന്ന ദൈവദാസൻ എന്നോട് രഹസ്യമായി ചോദിച്ചു, അതാരാന്ന്. ഞാൻ പറഞ്ഞു, സഭയിലെ ശുശ്രൂഷകനാ, എന്നെ വിളിച്ച ശുശ്രൂഷകനാന്ന് പറഞ്ഞു. എനിക്കത് പരസ്യമായി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരസ്യമായി പറയാൻ ഞാൻ തയ്യാറില്ല, കാരണം അതെന്റെ മാന്യതയ്ക്ക് പറ്റിയതല്ല. രഹസ്യമായിട്ട് പിന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സഭയുടെ ശുശ്രൂഷകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ ഇടപെടൽ കണ്ടിട്ട് ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ദൈവാത്മാവിലാണോ സാത്താന്റെ ആത്മാവിലാണോ? ഇതിനൊന്നും ഞാൻ പ്രതികരിക്കാൻ പോയില്ല. ദൈവത്തിലെ അന്ന് രാത്രി മീറ്റിംഗ് തീരുന്നത് 12 മണിക്കാണ് രാത്രി. ഞാൻ ലാസ്റ്റ് നിർത്തി, ടയേർഡായിട്ട് നിർത്തി. ആമേൻ പറഞ്ഞ് നിർത്തി മീറ്റിംഗ് ഏൽപ്പിച്ചിട്ട് എനിക്കത് അനുവദിച്ച ലോഡ്ജിലെ റൂമിൽ എന്ത് ചെയ്തു, ഞാൻ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ 2 ദൈവദാസന്മാരും എൻ്റെ അടുക്കൽ വന്നിട്ട് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി പാസ്റ്ററെ, ആമേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഒരു ദൈവദാസൻ, എനിക്കെതിരെ കൊണ്ടുവന്ന ദൈവദാസന്റെ മേൽ ഭൂതമുണ്ടായിരുന്നു. പുള്ളി എന്നോട് പറയാ, എൻ്റെ മേത്തൊരു ഭൂതമുണ്ട് പാസ്റ്ററെ, ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ മുതലേ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഇന്ന് കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അല്ലേ ആത്മീയത? സ്തോത്രം. ദൈവവചനത്തിന്റെ കരതീർന്ന സത്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന 90% സന്ദേശങ്ങളും ലോകത്തെ എങ്ങനെ അനുഭവിക്കാമെന്ന് മാത്രമാണ് അവൻ വിളിച്ചു പറയുന്നത്. മനുഷ്യനെ എങ്ങനെ പ്രസാദിപ്പിക്കാം, അവന്റെ പോക്കറ്റിലിരിക്കുന്ന കാശ് എന്റെ കയ്യിൽ എങ്ങനെ വരാമെന്ന് മാത്രമാണ് ചിന്ത. എങ്ങനെ 10 സ്റ്റേജ് കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? അത് നന്നാകണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. ഇവിടെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യാൻ ശുശ്രൂഷകൾക്ക് മൊത്തം. ഞങ്ങളുടെ ചർച്ചിൽ കത്തോലിക്ക സഭയിൽ നിന്നും വിശ്വാസം വന്നൊരു അച്ഛനെ, ചെങ്ങന്നൂർ ഭാഗത്തുള്ളൊരു അച്ഛൻ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിച്ചു. ആദ്യ സെക്ഷന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ സഭയിലെ പാസ്റ്ററോട് പറഞ്ഞു, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്കിത് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പാസ്റ്റർ, അതുകൊണ്ട് ഞാൻ ഇനി സൺഡേ ആരാധനയ്ക്ക് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സഭയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അങ്ങ് പോന്നു. കാര്യം എനിക്ക് ആ വചനം ശുശ്രൂഷ അങ്ങ് എൻ്റെ അകത്തെ ആത്മാവിന് അങ്ങ് വേദനയായി. ഞാൻ അവിടുന്ന് വിട്ടുപോന്നു. ഞായറാഴ്ച ആരാധന കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, 10 പേര് സഭയിൽ നിന്ന് പോയി. ഈ ഒരൊറ്റ മനുഷ്യന്റെ ശുശ്രൂഷയാണ്. ദൈവിക ശുശ്രൂഷകൾ ദൈവസഭയെ പണിയുന്നതാണ്, അതിനെ പൊളിക്കുന്നതല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ശുശ്രൂഷ നിമിത്തം സഭയിൽ കലക്കമുണ്ടായാൽ, ഒരു ശുശ്രൂഷ നിമിത്തം സഭയിൽ എന്ത് ചെയ്തു, അമേഷ്ടത്വം തകർച്ച വരാൻ പാടില്ല. ശുശ്രൂഷ, ദൈവവചനത്തിന്റെ ഉപദേശം സഭയെ പണിയുന്നതാണ്. വചനം പ്രസംഗിക്കപ്പെട്ടാൽ കുത്തുകൊള്ളണം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ നടക്കണം. ഒരു മേജർ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന രോഗി സ്തോത്രം എന്ത് ചെയ്ത് സഡേഷൻ കൊടുത്ത് അവനെ മയക്കിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. കാരണം അതിന്റെ വേദന ഭയാനകമായത് കൊണ്ടാണ്, അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അങ്ങനെ വന്നാൽ സഡേഷൻ കൊടുത്തില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കത്തില്ല. ഇതുപോലെയാ ഒരു അപ്പസ്തോലിക ശുശ്രൂഷ സഭയിൽ വെളിപ്പെടുമ്പോ സഭയിൽ ഒരു മേജർ ഓപ്പറേഷൻ നടക്കുകയാണ്. കാരണം ആമേസ്തത്വം വചനത്താൽ കഴുകി വെടിപ്പാക്കുന്ന ഒരു ഉപദേശത്തിന്റെ ശുശ്രൂഷ, ശക്തമേറിയ ശുശ്രൂഷ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് ദൈവിക വചനത്തിന്റെ ശരിയായ വ്യാഖ്യാനങ്ങളൊന്നുമില്ലെന്നേ. ഒരു വചനം വായിച്ചിട്ട് എന്തും പ്രസംഗിക്കുന്നു, അതെല്ലാം വ്യാഖ്യാനമാണെന്നാണ് പറയുന്നത്. ഗലാത്യർ 2:4 വായിക്കുമ്പോൾ
അതോ നുഴഞ്ഞു വരുന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു? അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം, ഗലാത്യർ 5 പറയുന്ന സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി. അപ്പൊ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കള്ള അപ്പോസ്തലന്മാർ, കള്ള ഇടയന്മാർ, കള്ള സഹോദരന്മാർ നുഴഞ്ഞ് നിങ്ങളിൽ വരും. വിവേചിക്കാൻ കൃപ ലഭിക്കണം പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ഇളക്കപ്പെരുപ്പൊന്നും ആത്മീയത ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരാത്മീയൻ പക്വമായ വളർച്ച വന്നാൽ അവന്റെ ജീവിത നിലവാരത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ യേശുവിനെ ആവിഷ്കരിക്കുന്നവനായി മാറിക്കൊണ്ടിരിക്കും. നിന്റെ ജീവിതം ദൈവസഭയിൽ നടക്കുന്ന ശുശ്രൂഷ നിമിത്തം, ദൈവവചനത്തിന്റെ ഉപദേശം നിമിത്തം നിന്നിൽ യേശു ആവിഷ്കരിക്കപ്പെടുന്നില്ലെങ്കിൽ അവിടെ നടക്കുന്ന ശുശ്രൂഷ ദൈവികമല്ലെന്ന് തിരിച്ചറിയാൻ കഴിയണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്. ഇന്ന് ലോകത്തെ എങ്ങനെ സ്നേഹിക്കാം? വരുന്നവരോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, വിശ്വസിക്ക്, നിങ്ങൾക്ക് ദൈവം വീട് തരും, നിങ്ങളുടെ മകളെ നല്ല വിവാഹം നടക്കും, നിങ്ങളുടെ മക്കൾക്ക് വിദേശങ്ങളിൽ ജോലി കിട്ടും. അമ്മേ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ദൈവം മാറ്റം, വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകൽ ദൈവസഭകൾ എന്ത് ചെയ്തു? ലക്ഷ്യം വിട്ടു മാറിയിരിക്കുന്നു. ദൈവസഭകൾ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. ഉപദേശങ്ങൾക്ക് സഭയിൽ പ്രാധാന്യമില്ല. ഇന്ന് മാനസാന്തരം നടക്കുന്നില്ല സഭകളിൽ. അനീതിയുടെ കൂത്തരംഗമായിരിക്കുന്നു. ഏത് അനീതിയും വെളിപ്പെട്ടു വരുന്നൊരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. സ്തോത്രം. വന്ന് ബൈബിൾ വായനയില്ലല്ലോ. എന്തിനേറെ ഈ പുസ്തകം കൊണ്ടു നടക്കാൻ താല്പര്യമില്ല. ഇന്നെല്ലാം ഫോണിലല്ലേ. ഈ ഫോൺ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അവനൊരു വിശ്വാസി എന്ന് പറയത്തില്ല. ഈ പുസ്തകം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നീ ഒരു വിശ്വാസി എന്നറിഞ്ഞാൽ ആ ബോധ്യം നിന്നെ തെറ്റിയാനുള്ള സാധ്യതകൾ നിന്ന് വിലക്കും. പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഇന്ന് സഭകളിൽ നടക്കുന്ന ശുശ്രൂഷകൾ, ഞാൻ മസ്കറ്റിലായിരുന്നപ്പം അതുകൂടെ പറഞ്ഞ് നിർത്തിയാണ്. എനിക്ക് മുമ്പേ അവിടെ ആ സഭയിൽ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ശുശ്രൂഷ ക്ഷണിച്ചിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അവർ എന്നെ വിളിക്കുന്നത്. പ്രാരംഭമായി എനിക്ക് സമയം തന്നു. ഞാൻ എടുത്ത വചന ശുശ്രൂഷയിൽ നിന്നാണ് 3 ദിവസം ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച ട്രിവാൻഡ്രത്തുള്ളൊരു പാസ്റ്റർ എൻ്റെ അതേ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു. അതിൽ നിന്ന് പുള്ളി അധികമൊന്നും പറഞ്ഞില്ല. പുള്ളി അത് ആ വചനമാണ് കണ്ടിന്യൂ ചെയ്ത്. ഒരു കണക്കിന് പുള്ളി അത് പറഞ്ഞു തീർത്തു. അപ്പൊ അന്ന് വൈകുന്നേരം എന്നോട് പാസ്റ്റർ പറഞ്ഞു, പിറ്റേ ദിവസം പാസ്റ്റർ ശുശ്രൂഷിക്കണം, പുള്ളിക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞു, അത് നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ പുള്ളി ഔദ്യോഗികമായി ക്ഷണിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, അതൊക്കെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാസ്റ്റർ വന്നപ്പോൾ സഭയിലെ ശുശ്രൂഷ പറഞ്ഞു, ഇന്ന് ടോമി പാസ്റ്റർ ശുശ്രൂഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അത് പറ്റത്തില്ല, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് ചെയ്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ശുശ്രൂഷിച്ചിട്ട് പിന്നെ ടോമി പാസ്റ്റർ 1 മണിക്കൂർ കൊടുത്തേക്കാന്ന് പറഞ്ഞു. പുള്ളി ഒരു പുൽപിറ്റിൽ കയറുന്നിട്ട് ഒരു വാക്യം എടുക്കുകയോ ഒരു വചനം പ്രസംഗിക്കുകയോ ചെയ്തില്ല. പുള്ളിയുടെ പ്രശ്നങ്ങളും പുള്ളി എന്തായിരിക്കുന്നു എന്നുള്ള ഒരു ചിത്രം ഇങ്ങനെ പറഞ്ഞ് വലിയ ലയബിലിറ്റീസിന്റെ കണക്ക് പറഞ്ഞ് പുള്ളി 3 മണിക്കൂർ നിർത്തിക്കളഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ എന്നോട് പറഞ്ഞു, വിളിച്ചത് അബദ്ധമായി പോയി. ഞാൻ പറഞ്ഞ്, വിവേചിക്കാൻ കൃപയില്ലാത്തത് കൊണ്ടാ പാസ്റ്ററെ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. പ്രിയരെ, നമ്മുടെ ഒരു ശുശ്രൂഷ, ഞാൻ അത് ആരാകട്ടെ, ഒരു ശുശ്രൂഷ നടന്നാൽ സഭ കറക്റ്റ് ചെയ്യപ്പെടണം. മണവാട്ടിയായി സഭ ഒരുക്കപ്പെടണം. കറ വാട്ടം മാലിന്യമില്ലാത്ത ശുഭ്രവും വിശുദ്ധമായ മണവാട്ടി ഒരുക്കപ്പെടുന്നത് ഒരു അപ്പസ്തോലിക ശുശ്രൂഷ നിമിത്തമാണ്. അതുകൊണ്ടാണ് ലോക്കൽ സഭകൾ അപ്പസ്തോലന്മാരുടെയും പ്രവാചകൻ എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് 5 ഫോൾഡ് മിനിസ്ട്രിയിലെ പ്രവാചകൻ, മറ്റത് ലോക്കൽ സഭകളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കൃപാവരങ്ങളുടെ പ്രവചനം.
ഇന്ന് കൃപാവരങ്ങളുടെ പ്രവചനം പ്രാപിച്ചിട്ട് ഇവർ അപ്പസ്തോലന്മാരാണ് അല്ലെങ്കിൽ പ്രവാചകന്മാരാണെന്ന് ആമേൻ പറഞ്ഞു നടക്കുകയാണ്. യഥാർത്ഥ പ്രവാചകൻ എന്ന് പറയുന്നത് 5-fold മിനിസ്ട്രിയിലുള്ളതാണ്. മറ്റത് കൃപാവരങ്ങളിലുള്ള പ്രവചന ശുശ്രൂഷയാണ്. ആമേൻ. അത് ലോക്കൽ സഭകളുടെ ആത്മീയ വർധനവിനുള്ളതാണ്. ദൈവവേദയിലെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ഇന്ന് ഉപദേശം കേൾക്കാനല്ല ശുശ്രൂഷകന്മാരെ ക്ഷണിക്കുന്നത്, ദൂത് കേൾക്കാനാ. ഇന്ന് കറക്റ്റായിട്ട് ഉപദേശം പഠിപ്പിക്കുന്ന, ഉപദേശം പറയുന്ന, അവൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നവർക്ക് ഇന്ന് സ്ഥാനമില്ല. ആമേൻ. അടിപൊളി ആലോചന പറയുന്ന ഇന്ന് ഇഷ്ടം പോലെ ദൈവദാസന്മാരുണ്ട്. അവരും ഒരു ശുശ്രൂഷകനെ വിളിച്ചാൽ ആമേൻ അവർ പ്രവാചകനെ വിളിക്കത്തുള്ളൂ. നിങ്ങളോടൊന്ന ദൈവം സംസാരിക്കത്തില്ലേ? ശരിയായ പ്രവചനം എന്ന് പറയുന്നത് വചനത്തിന്റെ അകത്തുള്ളതാണ്. എഴുതപ്പെട്ട വചനം പ്രവചനമാണ്. ഇപ്പൊ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനമായിരിക്കുന്ന വചനത്തെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് മാനുഷികമായി പ്രവചിക്കുന്ന, കണ്ണടയ്ക്കുമ്പോൾ ഞാൻ അമേരിക്ക കാണുന്നു എന്ന് പറയുന്നതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ദൈവസഭകൾ മൂല്യച്യുതി സംഭവിച്ച് അധാർമികതയുടെ അമേഷ്ടത്വം നെല്ലിപ്പലകയിലേക്ക് ദൈവസഭ പോയിരിക്കുന്നത്. ഉപദേശങ്ങൾക്കൊന്നും ജീവിതത്തിൽ യാതൊരുവിധ വിഷയമില്ല. ആലയത്തിൽ പോയാലും കുഴപ്പമില്ല, പോയില്ലേലും കുഴപ്പമില്ല. ആമേൻ. പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? എൻ്റെ വാക്കുകൾക്കൊരു വിരാമം കുറിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവിക തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിന്മേൽ നമ്മൾ ആമേൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചത് കള്ള അപ്പസ്തോലന്മാർ എന്നതാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലമായതുകൊണ്ട് ദൈവസഭയിൽ ആമേഷ്ടത്തെ ഒറിജിനൽ അല്ലാത്ത ഒത്തിരി ആൾക്കാർ വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. വിവേചിക്കാൻ കൃപ പ്രാപിക്കുക. ആമേൻ. അറിവില്ലായ്മ കൊണ്ട് ആമേൻ ചതിയിൽപ്പെട്ടിട്ട് അയ്യോ എന്ന് നിലവിളിക്കാതിരിക്കുക. എന്നോട് ഇന്നലെ ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന, കൺവെൻഷൻ പ്രസംഗിക്കുന്ന, ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ ആമേഷ്ടത്വം ആത്മീയ ഗോളത്തിലുണ്ടായ തകർച്ച നിമിത്തം ഇപ്പോൾ ഭവനത്തിനകത്ത് വെറുതെ ഇരിക്കുകയാണ്, എങ്ങും പോകുന്നില്ല. പ്രിയരെ, ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയുന്ന മണവാട്ടി സഭയായി തീരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും തുടർമാനമായി എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ഈ ലൈവിൽ നിങ്ങൾ ആമേൻ വരികയും നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കുകയും ആമേൻ അനേകർക്ക് ഈ ഹല്ലേലൂയ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും ഈ ശുശ്രൂഷയെ പരിചയപ്പെടുത്തുകയും ചെയ്യുക. ദ ക്രൈസ്റ്റ് TV എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഈ ശുശ്രൂഷകളെല്ലാം അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകർക്ക് അത് ഷെയർ ചെയ്യുക. നമുക്കൊരുമിച്ച് കർത്താവിന്റെ വരവ് ഏത് ദിവസവും അറിയാതിരിക്കുമ്പോൾ നമുക്കതിനായി ആമേൻ ഒരുങ്ങി കാത്തിരിക്കുവാൻ കഴിയുന്ന നിലയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശരിയായ ഒരു ദൈവവചനത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് സ്തോത്രം ദൈവവചനത്തിലൂടെ ഞങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളിലേക്ക് കൈമാറുന്നത്. ഇത് വെറും പുസ്തകം വായിച്ചുള്ള അറിവല്ല. മുട്ടിന്മേലിരുന്നിട്ട് ദൈവം തന്റെ ഹല്ലേലൂയ താൻ വെളിപ്പെടുത്തി തന്ന വെളിപ്പാടുകളുടെ അകത്തുനിന്ന് ശുശ്രൂഷിക്കുന്ന കൈമാറുന്ന ദൈവിക ദൂതാണ് ദൈവത്തിന്റെ പതിലെ. അതുകൊണ്ട് കർത്താവ് ഏതു നിമിഷവും വരുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.